എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ജൂലൈ മാസത്തിൽ കുറച്ച് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന സമയമാണ്. ആ നക്ഷത്രക്കാർ ഏതെല്ലാം എന്ന് നോക്കാം. പൊതുവായ ഫലമാണ് പറയാൻ പോകുന്നത്. എല്ലാവരുടെയും ജാതകം പരിശോധിക്കേണ്ടതാണ്. ഇതിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രക്കാർക്ക് ഇതുവരെയുള്ള ശനി ദശയിൽ നിന്ന് കുറച്ച് ആശ്വാസം ലഭിക്കുന്ന സമയമാണിത്. ഈ നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസം മുതൽ അടുത്ത ജൂലൈ വരെ നല്ല സമയമാണ്. തൊഴിലന്വേഷിക്കുന്നവർക്ക് ഈ സമയം നേടിയെടുക്കാൻ കഴിയും. വരുമാനത്തിൽ വർധനവ് ഉണ്ടാകും. കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കാൻ കഴിയും. ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട്, അതുകൊണ്ട് ദേവീ ക്ഷേത്രങ്ങളിൽ പോയി പൂജകൾ കഴിപ്പിക്കുക. ഇനി അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാമ്പത്തികമായി നല്ല നേട്ടമുണ്ടാകുന്ന സമയമാണിത്. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. പ്രതീക്ഷിക്കാതെ പല രീതിയിലും പണം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചെലവും കാണും, അതുകൊണ്ട് ശ്രദ്ധിക്കുക. കുറേ വർഷങ്ങളായി കിട്ടാതിരുന്ന സ്വത്ത് ഈ സമയം ഇവർക്ക് കിട്ടുന്നതാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വർത്തമാനം ഒഴിവാക്കേണ്ടതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർക്ക് പല നേട്ടങ്ങളും ഉണ്ടാകാൻ പറ്റുന്ന സമയമാണിത്. ഇനി അടുത്ത നക്ഷത്രമായ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിലിൽ ഉയർച്ചയുണ്ടാകും. ബിസിനസ്സിൽ ഏർപ്പെടുന്നവർക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. വീട് പുതുക്കിപ്പണിയാൻ പറ്റിയ സമയമാണിത്. എല്ലാ കാര്യങ്ങളും ചെറിയ തടസ്സങ്ങളും പ്രശ്നങ്ങളും വന്നേക്കാം. ഭാഗ്യം കൊണ്ട് എല്ലാം നല്ലതായി തീരും. ഇവർ ദേവീക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ കഴിപ്പിക്കുക. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്, അതുകൊണ്ട് ദേഷ്യം നിയന്ത്രിക്കുക. ഇനി അടുത്ത നക്ഷത്രമായ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. ഇവർക്ക് പുതിയ വീട് നിർമ്മിക്കാനും വാഹനം വാങ്ങാനുമുള്ള യോഗമുണ്ട്. ഇനി അടുത്ത നക്ഷത്രം മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം കൊണ്ട് ആപത്തുകൾ ഒഴിഞ്ഞു പോകും. തൊഴിൽ മേഖലയിലുള്ള തടസ്സങ്ങളും ഒഴിഞ്ഞു പോകും. ഇവർക്ക് കടബാധ്യതകൾ തീർക്കാനാകും. ഇനി അടുത്ത നക്ഷത്രമായ മകം. ഈ നക്ഷത്രക്കാരുടെ മക്കൾക്ക് തൊഴിലിൽ ഉയർച്ചയുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയം കൈവരിക്കാൻ കഴിയും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. ഇനി അടുത്ത നക്ഷത്രമായ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാത്ത രീതിയിൽ പണം സമ്പാദിക്കാൻ കഴിയും. വാക് സാമർത്ഥ്യത്തിൽ മറ്റുള്ളവരുടെ പ്രശംസ ലഭിക്കും. അപകടം വരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ഇനി അടുത്ത നക്ഷത്രമായ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജോലിയിൽ പ്രശസ്തി നേടാൻ കഴിയും. തൊഴിലിൽ വിജയവും ധനലാഭവും ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. ഇനി അടുത്ത നക്ഷത്രമായ വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കഠിനാധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ പറ്റിയ സമയമാണിത്. പ്രതികൂല സാഹചര്യങ്ങൾ പെട്ടെന്ന് അനുകൂലമായി മാറും. ഈ നക്ഷത്രക്കാർ ദേവീക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ കഴിപ്പിക്കുക. ഇനി അടുത്ത നക്ഷത്രമായ തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് പലയിടങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും. എല്ലാ കാര്യങ്ങളിലും ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകും, പക്ഷേ ദൈവസഹായത്താൽ കാര്യങ്ങളെല്ലാം അനുകൂലമായി മാറും. ഇനി അടുത്ത നക്ഷത്രമായ ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് കോടതിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ വിജയം കൈവരിക്കാനാവും. അപ്രതീക്ഷിതമായി വരുമാന വർധനവ് ഉണ്ടാകും. ഈ നക്ഷത്രക്കാർ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശിവഭഗവാന്റെ അമ്പലത്തിൽ പ്രാർത്ഥനകൾ നടത്തുക. ഇനി അടുത്ത നക്ഷത്രമായ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുന്ന സമയമാണിത്. വിദേശ പഠനത്തിനും ജോലിക്കും ശ്രമിക്കുന്നവർക്ക് അത് സാധിച്ചെടുക്കാൻ പറ്റിയ സമയമാണിത്. അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച്
ഈ നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ളത്. ഈ നക്ഷത്രക്കാർ ലോട്ടറി പോലെയുള്ള ഭാഗ്യ പരീക്ഷണങ്ങൾ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പുതിയ ജോലി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും നമസ്കാരം.